വെൽക്കം ടു ബെർലിൻ. ബെർലിൻ്റെ ഇൻട്രോ എടുക്കാൻ ഇതിനേക്കാളും നല്ല സ്ഥലം സ്വപ്നങ്ങളിൽ മാത്രം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബ്രാൻഡൻബർഗ് ഗേറ്റിൻ്റെ മുന്നിലാണ്, ദ ഫേമസ് ബ്രാൻഡൻബർഗ് ഗേറ്റ്. അപ്പോൾ നമുക്ക് ഈ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ കടന്ന് ബെർലിൻ്റെ ബാക്കി കാഴ്ചകൾ കാണാമേ. വാ. നമ്മൾ ബെർലിൻ വരുമെന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ അച്ഛൻ പറഞ്ഞാണ്, ബെർലിൻ കുഞ്ഞനന്തൻ നായരുടെ നാട്ടിലേക്കാണല്ലോ അത്. മൂപ്പര് ഇവിടെ ഒരു 30 വർഷത്തോളം ജർമ്മനിയിൽ നിന്നിട്ട് നമ്മുടെ മലയാളത്തിൽ ന്യൂസ് റിപ്പോർട്ട് ചെയ്ത ഒരു ജേർണലിസ്റ്റാണ് കുഞ്ഞനന്തൻ നായർ. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ജനറേഷനിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ബെർലിൻ അറിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെർലിൻ കുഞ്ഞനന്തൻ നായർ എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ഇതിൽ എത്ര പേർക്ക് കുഞ്ഞനന്തൻ നായരെ അറിയാം? ഈ ഗേറ്റിൻ്റെ മുകളിലുള്ള 4 കുതിരയും ആ ഒരു ചെങ്കോല് പോലത്തെ സാധനം, അതായത് സെപ്റ്ററാണിത്. അപ്പോൾ അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. എന്താണെന്നറിയോ? ഈ 4 കുതിരകളെ പൂട്ടിയ രഥത്തിൽ വരുന്ന ഒരു ഗോഡസിൻ്റെ ഫിഗറാണ് മുകളിലുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിൽ അവരുടെ കയ്യിൽ ഒരു സെപ്റ്റ് ഉണ്ട്. സെപ്റ്റ് അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്താ പറയുക, ഒരു ചെങ്കോൽ എന്നൊക്കെ പറയാം. അപ്പോൾ ആര് ഈ സിറ്റി കോൺക്വർ ചെയ്ത് കഴിഞ്ഞാലും അവർ സെപ്റ്റ് കയ്യിലെടുത്തിട്ട് പവർ അക്വയർ ചെയ്തെന്ന് കാണിക്കുന്ന രീതിയിലാണ് ആക്ട് ചെയ്യാറ്. ഇവിടെ ഇപ്പം നെപ്പോളിയനൊക്കെ വന്നപ്പോഴും നെപ്പോളിയൻ ബെർലിൻ കോൺക്വർ ചെയ്ത ടൈമിൽ ആ സെപ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ഈ സിറ്റി ഗേറ്റിലൂടെ മാർച്ച് ചെയ്യും, അതായത് അവരുടെ ആ പവർ കാണിക്കാം. നമ്മൾ ഈ ഗെയിം ഓഫ് ത്രോൺസ് അങ്ങനെയുള്ള സീരീസിലൊക്കെ കാണില്ലേ, ഒരു സിറ്റി ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ അധികാരം കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു മാർച്ച് നടത്തും. അപ്പം ഈ ഗേറ്റിലൂടെയാണ് സിറ്റിയിലേക്ക് എൻ്റർ ചെയ്യുക. നമ്മൾ ബ്രാൻഡൻബർഗ് ഗേറ്റിൻ്റെ അവിടുന്ന് ഇനി പോകുന്നത് ഇവിടുത്തെ റൈഷ്ടാഗിലേക്കാണ്. അങ്ങനെ തന്നെയാണ് പറയുന്നതെന്ന് തോന്നുന്നു. അതായത് ഇവിടുത്തെ പാർലമെൻ്ററി സെഷൻസും പിന്നെ എന്തൊക്കെയോ ഡിബേറ്റുകളും പിന്നെ മീറ്റിംഗ്സും, അതായത് ഗവൺമെൻറ്റൽ മീറ്റിംഗ്സ് ഒക്കെ നടക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ ഈ ബിൽഡിംഗ് 1800s തന്നെ ഉണ്ടാക്കിയതാണ്. പക്ഷേ വേൾഡ് വാറിൻ്റെ സമയത്ത് തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. പിന്നെ അവർ വീണ്ടും റീസ്റ്റോർ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. നല്ല ഗ്രാൻഡ് ബിൽഡിംഗ് ആണ്, ഹിസ്റ്റോറിക് ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ മുകളിൽ കയറാൻ എൻട്രൻസ് ഫീ ഇല്ല, ഫ്രീ ആണ്. പക്ഷേ നേരത്തെ ബുക്ക് ചെയ്യണം, അപ്പോയിൻമെൻറ്റ് എടുക്കണം, ഒരാഴ്ച മുന്നെങ്കിലും എടുക്കണം. നമ്മളെടുത്തില്ല, അതുകൊണ്ട് നമുക്ക് അതിൽ കയറാൻ പറ്റുന്നില്ല. പക്ഷേ മുകളിൽ കയറുകയാണെങ്കിൽ ഈ ഗ്ലാസ് ഡോമിലൂടെ നല്ല അടിപൊളിയായിട്ടുള്ള ബെർലിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ കാണാൻ പറ്റുമേ. അപ്പം നിങ്ങൾ വരികയാണെങ്കിൽ നേരത്തെ കൂട്ടിയെ റൈഷ്ടാഗിലേക്ക് ടിക്കറ്റ് എടുക്കണേ. ഒരു മോഡേൺ ആൻഡ് കണ്ടംപററി ബിൽഡിംഗ്, പഴയ ബിൽഡിങ്ങിൻ്റെ കൂടെ പുതിയൊരു ഡോമും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ആർക്കിടെക്ചറൽ പീസ് കൂടെയാണ്. ഇതിൻ്റെ മുകളിലൊരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ആ ഗ്ലാസിൻ്റെ മീനിങ് ഇവിടുത്തെ ആർട്ടിസ്റ്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഗ്ലാസ് ഷോസ് ഇറ്റ്സ് ട്രാൻസ്പെറൻസി, അതായത് ജർമ്മൻ ഗവൺമെൻറ്റിൻ്റെ ട്രാൻസ്പെറൻസി കാണിക്കേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഗ്ലാസും കൂടെ ആക്കിയതെന്ന്. ഇതാണ് റൈഷ്ടാഗ് ബിൽഡിങ്. അതിൻ്റെ മുകളിൽ കണ്ടോ ഗ്ലാസ് ഡോം. അപ്പോൾ ആ ഗ്ലാസ് ഡോമിലൂടെ നമ്മൾ നോക്കുമ്പോഴാണ് ഈ ബെർലിൻ സിറ്റിയുടെ ഒരു വ്യൂ ഒക്കെ കിട്ടുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ല. പക്ഷേ നിങ്ങൾ വരുമ്പോൾ എന്തായാലും ബുക്ക് ചെയ്യണം, ഫ്രീയാണ്. ഞാനിവിടെ ബെർലിൻ വന്നതിൻ്റെ മെയിൻ ആയിട്ട് നോക്കിക്കൊണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെർലിനിൽ ഉണ്ടായിരുന്ന ബോഹോസ് മൂവ്മെന്റ് ആണ്. ബോഹോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ആർട്ട് ഡിസൈൻ മൂവ്മെന്റ് ആണ്. ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്ന പല പ്രോഡക്ട്സും, നമ്മളിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഐഫോൺ ആവട്ടെ, ഐക്കിയ ഫർണിച്ചർ ആവട്ടെ, ഇവരൊക്കെ ഉപയോഗിക്കുന്നത് ബോഹോസ് ഡിസൈൻ പ്രിൻസിപ്പിൾസ് ആണ്. ആ മൂവ്മെന്റ് നടന്നത് ഇവിടെയാണ്. അപ്പം എന്താണ് ബോഹോസ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നമുക്ക് ബെർലിൻ മൊത്തം കാണാൻ പറ്റും. ബെർലിനിലുള്ള ഓരോ ബിൽഡിങ്സും ഓരോ സ്പേസും അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന വലിയ ഈ ജോമെട്രിക്കൽ ഷേപ്പിലുള്ള ഗ്ലാസും മെറ്റലും എക്സ്പോസ്ഡ് കോൺക്രീറ്റ് ഒക്കെ വെച്ച് ചെയ്തിട്ടുള്ള സ്പേസസ്, യൂട്ടിലിറ്റി മുന്നിൽ കണ്ടുകൊണ്ട്, അതായത് ആൾക്കാർ ഈ സ്പേസ് എങ്ങനെ ഉപയോഗിക്കുന്ന മനസ്സിലാക്കിക്കൊണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന, അതായത് നമ്മൾ ഇന്ന് കാണുന്ന ഈ മിനിമലിസത്തിൻ്റെ ഒക്കെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് ഈ ബോഹോസ് മൂവ്മെൻ്റ് ആണ്. ഇപ്പോൾ ഇവിടെ കാണുന്ന ആ പാലത്തിലൂടെ ആൾക്കാർക്ക് നടന്നു പോകുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സറിയലായിട്ട് തോന്നുന്നില്ലേ? നമ്മൾ യൂഷ്വലി കാണാത്തൊരു കാഴ്ചയല്ല അത്. എന്ന് വെച്ചാൽ അത്രയും വലിയ സ്പേസിൽ അത്രയും ലാർജായിട്ട് ആലോചിക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് 2 ലെയർ പാലം, അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ജോമെട്രിക് ഷേപ്പ്, അതിനകത്ത് ട്രയാങ്കിൾസും സർക്കിൾസും പിന്നെ കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നിൽക്കുന്ന കർവി ഫോംസും ഈ സ്റ്റെപ്സും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം അത് ഇവിടുന്ന് ഇങ്ങോളം ഈ എൻറ്റയർ ഏരിയ ഒരു ബോഹൗസിൻ്റെ ഒരു നല്ല എക്സാമ്പിളാണ്. ഈ ഒരു ഏരിയ മൊത്തം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ബെർലിനിലുള്ള ഒരുപാട് ബിൽഡിങ്സ്, അത് ഞാൻ ഈ വ്ളോഗിൻ്റെ ഇടയ്ക്ക് അവിടെ എവിടെയായിട്ട് കുറേ സ്നിപ്പറ്റ്സ് കാണിക്കുക. അതിനകത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ബോഹൗസ് ബെർലിൻ ഇൻഫ്ലുവൻസ് ചെയ്തതെന്നും ആ മൂവ്മെൻറ്റ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഐഫോണിലും മിനിമലിസം ഫോളോ ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റ്സിലും നമ്മളിന്ന് കാണുന്നതെന്ന് നമുക്ക് കാണാം. എന്നെ റിച്ചുവിനെ വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ബെർലിനിലാണ് ഇപ്പോൾ അവർ 2 ആളും ഉള്ളത്. അപ്പോൾ നമ്മൾ ബെർലിൻ വന്നതിൻ്റെ ഒരു കാരണം, ഞാൻ വന്നതിൻ്റെ മെയിൻ കാരണം അവരെ കാണാൻ കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരും നമ്മളെ കൂടെ ഇപ്പോൾ ഉടനെ ജോയിൻ ചെയ്യുന്നതാണ്.
രസമുണ്ട്. ഇത് ഇവിടുന്ന് നമുക്ക് TV ടവർ കാണാം. ഓവർബ്രം ബ്രിഡ്ജിൽ വന്നതാണേ. നല്ല രസമാണ് ഇവിടെ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഫുൾ ബെർലിന്റെ പാർട്ടി പ്ലേസസ് ആണെന്നാണ് റിച്ച് പറഞ്ഞത്. അങ്ങോട്ടേക്ക് നമ്മുടെ ഈസ്റ്റ് സൈഡ് ഗാലറി. ഇപ്പൊ നമ്മുടെ ടൂർ ഗൈഡ് റിച്ചു തന്നെ ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് നോക്കി വായിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം റിച്ച് പറഞ്ഞുതരും. ഇവിടെയൊക്കെ നോക്കുമ്പോൾ ഇതുപോലത്തെ നിറത്തിലുള്ള നീല അല്ലെങ്കിൽ പിങ്ക് നിറത്തിലുള്ള പൈപ്പുകൾ കാണാമേ. അപ്പോൾ ഈ പൈപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെർലിൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഒരു സ്വാമ്പിൽ നിന്നാണ്. അപ്പം അതിൻ്റെ ഇടയിൽ കുറേ വെള്ളമൊക്കെ ഉണ്ടാവില്ല പുതിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ. ഈ പൈപ്പിൻ്റെ ഒരറ്റം പോകുന്നത് ഏതെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്കായിരിക്കും. അതായത് പണി എടുത്തുകൊണ്ടിരിക്കുന്നതിന് വെള്ളം അല്ലെങ്കിൽ അങ്ങനത്തെ ലിക്വിഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും വലിച്ചെടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ അതിൻ്റെ അറ്റം പോകുന്നത് എങ്ങോട്ടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിക്കൽ വല്ല കടലിലേക്കോ അല്ലെങ്കിൽ റിവറിലേക്കോ, ഇനി അതും അല്ലെങ്കിൽ ഒരു ഡ്രെയിനിലേക്കോ ആയിരിക്കും. അപ്പോൾ ഇവിടെ പോകുന്നത് തൊട്ടടുത്തുള്ള ഈ പുഴയിലേക്കാണ്. ഇവിടുത്തെ ഈ ഊബാൻ സ്റ്റേഷൻസിൻ്റെ ഒക്കെ പ്രത്യേകത തോന്നുന്നു ഇത്ര കളർഫുൾ ടൈൽസ്. മറ്റേ എന്താ പച്ച നീല പച്ചയോ, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കളറാണത്. നീലയല്ല പച്ചയല്ല. അങ്ങനെ 3 ഐസ്ക്രീമുമായി വരുന്ന സുഹൃത്തുക്കളെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികളാന്ന വിചാരം, ഇങ്ങനെ വലിയ ആൾക്കാർ പറയില്ലേ കുട്ടി ഇരുന്നപ്പോഴും കിട്ടിയില്ല. നമ്മളിപ്പോൾ പോണത് ബെർലിൻ്റെ കുറച്ച് യുണീക്ക് ആയിട്ടുള്ള ഊബാൻ സ്റ്റേഷനിൽ, അതായത് മെട്രോ സ്റ്റേഷനിലേക്കാണ്. ലോകത്തിലേക്ക് തന്നെ വെച്ചിട്ട് ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള കുറച്ച് ടണലിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. സാധാരണ നമ്മളൊരു മെട്രോ സ്റ്റേഷനിലൊക്കെ വന്നിട്ട് ജസ്റ്റ് നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യും, എന്നിട്ട് നമ്മുടെ മെട്രോ വരുമ്പോൾ കയറിപ്പോവും, അങ്ങനെയാണല്ലോ. അതിൻ്റെ എല്ലാ മെട്രോ സ്റ്റേഷനിലും നമുക്ക് ഇപ്പം ഏകദേശം ഒരേ ഡിസൈൻ ആയിരിക്കും. പക്ഷേ ഇവിടെ ബെർലിനിൽ സ്പാൻഡൗ എന്ന് പറഞ്ഞ റീജിയനിലുള്ള ഒരു 6-7 മെട്രോ സ്റ്റേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മെട്രോ സ്റ്റേഷനും യുണീക്കാണ്. അതിന് അതിൻ്റെതായ കളറും ഡിസൈനും ഒക്കെയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ആ മെട്രോ സ്റ്റേഷൻ്റെ കളറും ഡിസൈനും വെച്ചിട്ട് ഇത് ഏത് മെട്രോ സ്റ്റേഷനാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളൊരു 6-7 മെട്രോ സ്റ്റേഷനിലൂടെ പോകാൻ പോവാണേ. നമ്മൾ അങ്ങനെ മെട്രോ സ്റ്റേഷനിൽ ഇപ്പോൾ വെയിറ്റ് ചെയ്യാണ്. ആൾസ്റ്റാഡ് സ്പാൻഡോ എന്ന് പറഞ്ഞാണ്. നമ്മൾ പോകുന്ന ഡയറക്ഷനിലുള്ള ഒരു 3-4 മെട്രോ സ്റ്റേഷനും കൂടെ അങ്ങനെയാണ്. ഈ മെട്രോ സ്റ്റേഷൻ്റെ പ്രത്യേകത എന്താ അറിയോ, ഇത് മൊത്തത്തിൽ വൈറ്റ് ആണ്. അതിൻ്റെ ഇടയിൽ കൂടെ എന്നിട്ട് വൈറ്റിൽ റെഡ് ലൈൻസ് കൊടുത്തിട്ട്, പിന്നെ ഇവിടുത്തെ ലാമ്പൊക്കെ നോക്ക്, അതും വേറെ തന്നെ പോലെ. സാധാരണ ചുമ്മാ ഒരു ലൈറ്റ് ഇങ്ങനെ സീലിംഗിൽ കൊടുത്തേക്കുമല്ലോ, ഒരു സ്പെഷ്യലായിട്ട്. ഇത് മൊത്തത്തിൽ ഇഷ്ടിക സ്റ്റൈലിൽ ചെയ്തതാണ്. അപ്പോൾ ഈ മെട്രോ സ്റ്റേഷനിൽ ഇങ്ങനത്തെ മഞ്ഞ കളറിലുള്ള മെട്രോ വരുമ്പം അത് ഭയങ്കര ബോൾഡ് കളറുമല്ലോ, അപ്പോൾ വേറെ തന്നെ ഒരു രസമാണ്. അപ്പോൾ നമ്മൾ പച്ച കണ്ടു, വെള്ള കണ്ടു, ഇപ്പോൾ ഒരു ബ്രിക്ക് സ്റ്റൈല് കണ്ടു. അടുത്ത ഏതായിരിക്കും? അതിൽ വിചാരിക്കുന്നത് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് കളർ തന്നെ വല്ല ഓറഞ്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നത്. അതിൽ വിചാരിക്കുന്ന സൈക്കഡലിക് ആണോ, ഞാൻ വിചാരിക്കുന്ന ഓറഞ്ച് ആണോ, നമുക്ക് ഇനി പോയി നോക്കാം. അല്ലെങ്കിൽ വയലറ്റ്. എനിക്ക് 2 ഓപ്ഷനുണ്ട്. നമ്മൾ ദിനറ്റിലൊക്കെ പോയപ്പോൾ കണ്ടില്ലേ സിറ്റഡൽ, അപ്പോൾ അതുപോലെ ഇത് സ്പാൻഡൗവിൻ്റെ സിറ്റഡൽ സ്റ്റോപ്പാണ്, സിറ്റഡൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഈ ബ്രിക്ക് തീമിലൊക്കെ വെച്ചിരിക്കുന്നതും കുറേ രാജാക്കന്മാരുടെ പടവും ഫോർട്രസിൻ്റെ പടമൊക്കെ വെച്ചിരിക്കുന്നത്. നമ്മളിങ്ങനെ ആലോചിക്കുന്നത് എന്തായിരിക്കും ഇത് ബ്രിക്ക് എന്ന്. അപ്പോഴല്ല ഇത് സിറ്റഡലല്ലേ, അതുകൊണ്ടായിരിക്കും ഇത് ബ്രിക്ക് തീമിൽ ചെയ്തത്. നമ്മൾ അടുത്ത സ്ഥലത്തെത്തി. അപ്പാരന്റ്ലി അതുല് പറഞ്ഞതാണ് ശരി. ഇത് കുറച്ച് സൈക്കഡലിക് ആയിട്ടുള്ള കുറെ കളേഴ്സ് ഒക്കെ വെച്ച് ചെയ്തിട്ടില്ല. ബാക്കിൽ ഇപ്പൊ വരും. ഞാൻ പറഞ്ഞ ഓറഞ്ചും ആക്ച്വലി ഞാൻ പറഞ്ഞ ഓറഞ്ചും വയലറ്റും ഒക്കെ നിറം ഉണ്ടെങ്കിലും തീം സൈക്കഡലിക്. പോൾസ്റ്റേൺ സ്ട്രാസെ. നമ്മൾ ശരിക്കും ഉണ്ടല്ലോ ഇവിടുന്ന് ഒരു 1/2 മണിക്കൂർ എത്തേണ്ട സ്ഥലത്താണ് നമ്മൾ ഈ കാണുന്ന ഓരോ മെട്രോ സ്റ്റേഷനിലും ഇറങ്ങി ആ മെട്രോ പോയി പിന്നെ 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് പിന്നെ 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തുമ്പോഴത്തേക്ക് എനിക്ക് വന്ന 2 മണിക്കൂറിൻ്റെ നമ്മുടെ ടിക്കറ്റ് തീരും. നമ്മൾ അടുത്തേക്ക് പോവാണ്. നമ്മൾ ഇറങ്ങാൻ പോവാ ഗയ്സ് വീണ്ടും. നമ്മൾ എത്രാമത്തെയോ മെട്രോ സ്റ്റേഷനിലാണ് ചാടി ഇറങ്ങുന്നത്. നമ്മുടെ കൂടെ ഈ മെട്രോയിലുള്ള ആൾക്കാരായിരിക്കും നമ്മളിത് ഒരു സ്റ്റോപ്പിൽ നിന്ന് അടുത്ത സ്റ്റോപ്പിൽ അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരൊക്കെ ഓൾറെഡി പോയിട്ടുണ്ടാവും. ഇതുപോലൊരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. ഒരു മെട്രോയിൽ കയറുക, തൊട്ടടുത്ത സ്റ്റേഷനിൽ ഇറങ്ങാം. ഇതെന്താണെന്നറിയോ, ശരിക്കും പറഞ്ഞാൽ ആർട്ട് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് പ്ലേസസ് എന്നാണ്. ശരിക്കും നല്ല ചോദിക്കുക, അതൊരു ഭയങ്കര പ്ലെയിൻ ആയിട്ട് ബോറിംഗ് ആയിട്ട് ഉണ്ടാവേണ്ട ഒരു മെട്രോ സ്റ്റേഷനെ അവര് ഇതുപോലെ അടിപൊളിയായിട്ട് കളർഫുൾ ആക്കി ആർട്ടും ആർക്കിടെക്ചറും എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അടുത്തതായി നമ്മൾ ഇറങ്ങിയിരിക്കുന്ന സ്ഥലമാണ് സീമെൻസ് ഡാം. സീമെൻസ് കമ്പനി എല്ലാവർക്കും അറിയില്ലേ, ഇത് ജർമ്മൻ കമ്പനിയാണ്. അതായത് എനിക്ക് തോന്നുന്നൊരു സീമെൻസിന്റെ സ്റ്റേഷനാണെന്ന് തോന്നുന്നു. ഇവിടെ കുറേ
പ്രോഡക്ട്സും പിന്നെ സീമെൻസ് ഫാക്ടറിൻ്റെ ഒക്കെ പഴയ ഇമേജസ് ഒക്കെ ഇവിടെ വെച്ച്. സീമെൻസ് ബേസിക്കലി ഒരു ജർമ്മൻ കമ്പനിയാണല്ലോ. എനിക്ക് സീമെൻസ് അറിയാവുന്ന ഒരു MNC ആയിട്ടാണ്, പക്ഷേ ഇത് ഇവിടെയാണ് ഒറിജിനേറ്റ് ചെയ്തത്. എയർ പൊല്യൂഷൻ്റെ ഒക്കെ മിഷനും അങ്ങനെ കുറേ IT ഫേംസ് ഒക്കെ ഇപ്പോൾ സീമെൻസിൻ്റെയാണ്. പക്ഷേ സീമെൻസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ജർമ്മനിയിൽ ആദ്യമായിട്ട് ഒരു മൾട്ടി സ്റ്റോറി ഫാക്ടറി സെറ്റപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് സീമെൻസ് ആണ്. അത് കൂടാതെ അവിടുത്തെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഒരു ലിവിങ് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സീമെൻസ് ബോഹൗസിനോടാണ് ചോദിച്ചത്. ആ സമയത്ത് ബോഹൗസിൻ്റെ പ്രൈം ടൈം ആയിരുന്നു. അപ്പോൾ ബോഹൗസ് അവരുടെ എല്ലാ ആർക്കിടെക്ചറൽ സ്കില്ലും പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഓപ്പൺ സ്പേസസും ഈ ബിൽഡിംഗ് അടുപ്പിച്ച് വെച്ച് ആൾക്കാർക്ക് വിഷൻ ഇല്ലാതായി പോയിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നടുക്കൊരു വലിയ നടുമുറ്റവും തുറന്ന സ്പേസസ് ഒക്കെ ഉള്ള ഒരു സീമെൻസ് കോളനി ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതും ഒരു ഹെറിറ്റേജ് സൈറ്റ് പോലെയാണ്. നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത്ര താല്പര്യമുണ്ടെന്ന് അറിയില്ല. പക്ഷേ എനിക്ക് പോകണം താല്പര്യമുള്ള ഒരു അടിപൊളി സ്ഥലമായിരുന്നു. ഞാൻ നെക്സ്റ്റ് ടൈം അടുത്ത പ്രാവശ്യം നമ്മൾ ബെർലിനിൽ പോകും സൈറ്റും കൂടെ വിസിറ്റ് ചെയ്യണമെന്ന് എനിക്കുണ്ട്. എനിക്കൊന്ന് ആ സീമെൻസിൻ്റെ നാൾ വഴികളും അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ സ്റ്റേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ബോഹൗസും ഒക്കെ കേട്ടല്ലോ അല്ലേ. ഇനി നമ്മൾ 45 മിനിറ്റിന്റെ ട്രെയിൻ റൈഡ് 1.5 മണിക്കൂർ ആയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അടുത്തത് യാക്കോബ് കൈസർ ഫ്ലാറ്റ്സ് ആണ്. അത് മഞ്ഞ മെട്രോ സ്റ്റേഷൻ, മഞ്ഞ ട്രാമിൽ നമ്മൾ വന്നിറങ്ങി മഞ്ഞ മെട്രോ സ്റ്റേഷനിലിരിക്കുന്നു. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സാധനം നോക്കുക, ആ ഒരു ഡിസൈൻ ടച്ച് കണ്ടോ, അതിനെ അങ്ങനെ കൊടുത്ത് ശരിക്കും അപ്പോൾ അടിപൊളിയല്ലേ. നമുക്ക് പുറത്തേക്ക് ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ മഞ്ഞ ബോർഡ് കാണുകയാണെങ്കിൽ കൈസർ ഫ്ലാറ്റ്സ് ആണ്, ബ്രിക്കിന്റെ കാണുകയാണെങ്കിൽ സിറ്റഡൽ ആണ്, പച്ച കാണുകയാണെങ്കിൽ സ്പാൻഡാവ് ആണ്, മുകളിൽ നീല കാണുന്നത് മ്യൂസിയത്തിന്റെ അവിടെയാണ്. അത് സൂപ്പറാണ്. ബേർലിനിലെ മെട്രോ സ്റ്റേഷൻസ് ഒരു തിങ്ങാണ് കേട്ടോ, കാണേണ്ട ഒരു സംഭവം തന്നെ. എല്ലാം എന്തൊരു വെറൈറ്റിയാണ്. ഗാലക്സി കാണുന്നുണ്ടല്ലേ, ഒന്നിന് വെറൈറ്റി ആയിട്ടുള്ള ഇപ്പം ഇത് നമുക്ക് മഞ്ഞ ട്രാം, മുകളിൽ രാത്രിൻ്റെ ഫീല് വരാൻ വേണ്ടി ആകാശത്തിൽ നക്ഷത്രം കാണുന്ന പോലെ സൂപ്പറായിട്ടുണ്ട്. ഇതൊന്ന്, ഇങ്ങനത്തെ പലതരമുള്ള മെട്രോ സ്റ്റേഷൻസ് ഉണ്ട് ഇവിടെ. മെലകും നോക്ക് KSRTC ബസ്. ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ഏറ്റവും ആദ്യം തോന്നിയെന്ന് പറഞ്ഞാൽ DBD ഈ ട്രെയിൻ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ പണ്ടത്തെ KSRTC ബസ് പോലെ കറക്റ്റ് അല്ലേ. ഇതോടുകൂടി പ്രിട്ടി മെട്രോ സ്റ്റേഷൻസ് ഇൻ ബെർലിൻ സീരീസ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. ഇനി നമുക്ക് ശരിക്കും മ്യൂസിയം ഐലൻഡിലെ ബാക്കി കാണാത്ത കുറച്ച് സ്ഥലങ്ങളും കൂടെ ഉണ്ട്, അത് കാണാൻ വേണ്ടി പോവാമേ.